വീണ്ടും ഒരു പ്രദേശം അഗ്നിപർവ്വതം പോലെ പുകയുകയാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിച്ച് ലോകത്തെ തന്നെ വഴുതി വീഴ്ത്താവുന്ന ഒരു മഹായുദ്ധത്തിൻ്റെ അരികിൽ. പശ്ചിമേഷ്യയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കേവലം നയതന്ത്ര തർക്കങ്ങളല്ല, മറിച്ച് ലോക സമ്പദ് വ്യവസ്ഥയെപ്പോലും ചാരമാക്കാൻ പോകുന്ന ഒരു ഭീകര കൊടുങ്കാറ്റിൻ്റെ മുന്നറിയിപ്പാണത്. ഒരു വശത്ത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ വൻ സൈനിക നീക്കങ്ങൾ കണിയറയിൽ തന്ത്രങ്ങൾ മെനയുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്നാൽ വൈറ്റ് ഹൗസിൽ നിന്നും ടെൽ അവീവിൽ നിന്നും ഉയരുന്ന ആ ഭീഷണികൾക്ക് ഇറാൻ വീണു പോകുമെന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ തെറ്റി. ടെഹ്റാനിൽ നിന്നുള്ള മറുപടി അതിരൂക്ഷമാണ്. ഇറാനിയൻ വാർത്താ ഏജൻസിയായ തസ്നീം വഴി പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം തങ്ങളുടെ മണ്ണിലേക്ക് തെറ്റായ നീക്കമുണ്ടായാൽ ഇസ്രായേലിലെ പ്രധാന തന്ത്രപ്രധാന കേന്ദ്രങ്ങളും അമേരിക്കയും നിലവിലുള്ള നിലയങ്ങളും തകർത്തെറിയാൻ പോന്ന വിനാശകരമായ കൗണ്ടർ സ്ട്രൈക്ക് പ്ലാനുകൾ ഇറാൻ മിനുക്കിവെച്ചു കഴിഞ്ഞു. തങ്ങളുടെ മിസൈലുകളും അത്യാധുനിക ഡ്രോൺ വ്യൂഹങ്ങളും പൂർണ്ണ സജ്ജമാണെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. എന്നാൽ അമേരിക്കയുടെ നിലപാടും ഒട്ടും മൃദുവല്ല. നയതന്ത്രത്തിൻ്റെ വാതിലുകൾ അടഞ്ഞാൽ സൈനിക ബലം ഉപയോഗിക്കാൻ വൈറ്റ് ഹൗസ് മടിക്കില്ല എന്നുറപ്പായി. ക്യാമ്പ് ഡേവിഡിൽ നടന്ന നിർണായക യോഗത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ താക്കീത് അതൊന്നുമാത്രം അമേരിക്കയെ വെല്ലുവിളിച്ചാൽ അനുഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതം അതിരൂക്ഷമായിരിക്കും. ഇതിനിടയിൽ സ്വന്തം നിലനിൽപ്പോർത്ത് ഇസ്രായേലും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഇറാനും ഒരുപോലെ പടച്ചെട്ട് അണിയുമ്പോൾ ഈ തീയണക്കാൻ ആർക്കാണ് സാധിക്കുക എന്ന ഒറ്റ ചോദ്യം ലോകത്തെ പുകയ്ക്കുകയാണ്. ഭയം ഇവിടം കൊണ്ടും തീരുന്നില്ല. ഈ തീപ്പൊരി ആകെ പടർന്നാൽ പെർഷ്യൻ ഗൾഫിലെയും ഹോർമുസ് കടലിടുക്കിലെയും കപ്പൽ ഗതാഗതം നിശ്ചലമാകും. ആഗോള എണ്ണ വിപണി തീപിടിക്കും. എണ്ണവില കുതിച്ചുയരുക തന്നെ ചെയ്യും. ലോക സമ്പദ് വ്യവസ്ഥ തന്നെ തകർന്നടിയുന്നൊരു ഘട്ടത്തിലേക്ക് കടക്കും. പോരാത്തതിന് ലബനൻ, സിറിയ, ഇറാഖ്, യമൻ എന്നീ വിഭാഗങ്ങളിലെ വിവിധ സായുധ ഗ്രൂപ്പുകൾ കൂടി ഈ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടാൽ അത് വെറുമൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരിക്കില്ല. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾക്കിടയിൽ പശ്ചിമേഷ്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹായുദ്ധമായിരിക്കും അത്. ഐക്യരാഷ്ട്രസഭയും രാഷ്ട്രങ്ങളും പരമാവധി ആത്മസംയമനം പാലിക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും തെറ്റായ ഒരൊറ്റ ലോകം മതി മേഖലയെ ഒന്നാകെ ചാരമാക്കാൻ. ഒരു വശത്ത് യുദ്ധത്തിൻ്റെ മുഴക്കങ്ങൾ, മറുവശത്ത് ചർച്ചകളുടെ നേരിയ പ്രതീക്ഷകൾ.